ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനെ പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പൻ്റെ ഇപ്പോൾ അടുത്ത ദിവസം നാളെ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു പൂമാലയുടെ ഓർഡർ കൊണ്ടുപോയി കൊടുക്കുകയാണല്ലേ. എന്നാൽ പൂമാല 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ രേവതി സമ്മതിക്കുന്നില്ല എങ്കിലും ഇത്രയും വലിയൊരു പൂമാലയുടെ ഓർഡർ തനിക്ക് കിട്ടിയേക്കുന്നതുകൊണ്ട് അത് കളയാനായിട്ട് രേവതിക്ക് ഒരു മടി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ രേവതി സ്വീകരിക്കുകയാണ്. അതിനുശേഷം പൂക്കൾ മേടിക്കുന്നതിന് വേണ്ടി രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് മാർക്കറ്റിലേക്ക് പോവുകയും മാർക്കറ്റിൽ നിന്ന് പോയിട്ട് വരുന്ന സമയത്ത് ദേവുവിനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് പൂ കിട്ടുന്നതിന് വേണ്ടി 3-4 ചേച്ചിമാരുടെ ആയിട്ട് രേവതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആ വീട്ടിലുണ്ടാവും. ഈ ഒരു സമയത്ത് എല്ലാവരും കൂടെ പൂ കെട്ടാൻ വന്നിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര തിരിച്ച് പ്രതികരിക്കുന്നുണ്ടെങ്കിലും തക്ക സമയത്തിന് രവി വരികയാണ്. രവി എല്ലാവരുടെ ഹാളിൽ വന്നിരുന്ന് പൂ കെട്ടാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പൂക്കൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ആഘോഷമാക്കി തീർക്കുകയാണ്. ശ്രീകാന്തും വർഷയൊക്കെ ഡാൻസ് കളിക്കും, സച്ചി രേവതി പാട്ടുപാടുക. സച്ചി രേവതി മാത്രമല്ല കേട്ടോ, ചന്ദ്ര അടക്കം എല്ലാവരും തന്നെ പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ രേവതിയും ചേച്ചിമാരും പൂ കെട്ടുന്ന സമയത്ത് ഉറങ്ങാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വർഷയും ശ്രീകാന്തും പുറത്തു പോയിട്ട് കുൽഫിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ട് തന്നെ രേവതി പിറ്റേ ദിവസം തന്നെ ചേച്ചിമാരുടെ സഹായത്തോടുകൂടി തന്നെ 500 പൂക്കൾ കെട്ടിത്തീരുകയാണ്. 500 പൂക്കൾ കെട്ടി വണ്ടിയിൽ കയറ്റി വിടുന്ന സമയത്താണ് ആന്റണി സച്ചി നേരത്തെ തന്നെ തല്ലിയതിൻ്റെ പ്രതികാരമായിട്ട് മാത്രമല്ല രേവതി തന്നോട് ഒച്ചപ്പാടെടുത്തതിനും പകരമായിട്ട് രേവതി പൂമാല കെട്ടിയിട്ട് തിരിച്ചയക്കുന്ന ആ ഒരു വണ്ടി തട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്നാൽ അത് താനാണ് മോഷ്ടിച്ചതെന്ന് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റണി ഒരു അതിബുദ്ധി കാണിക്കുന്നുണ്ട്. ആന്റണിയുടെ കൂടെയുള്ള ആൾക്കാരെ വിട്ടിട്ടല്ല വണ്ടി പിടിക്കുന്നത്, വേറെ ഒരാൾ പുറത്ത് നിറക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ടായിരിക്കുന്ന ആന്റണിയുടെ ആളാണ് സച്ചിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് വണ്ടി പോയതെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചി ഈ വണ്ടി ഓടിച്ച ഡ്രൈവറുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിനി ആരെങ്കിലും പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ടോ, അല്ലെന്നാണെങ്കിൽ വണ്ടിയുടെ RC ബുക്കൊക്കെ പണയം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വഴക്ക് പറയും, എനിക്ക് എങ്ങനെയും വണ്ടി തിരിച്ചെടുത്ത് തന്നെ ചേട്ടാ എന്നൊക്കെ സച്ചിയായിട്ട് ഈ ഡ്രൈവർ പറയുകയാണ്. അങ്ങനെ സച്ചി പലയിടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിയെക്കുറിച്ച്. എന്നാൽ എങ്ങനെയൊന്നും തന്നെ വണ്ടി കിട്ടാതെ വരുന്ന സമയത്ത് സച്ചി ആകെ നിരാശയോടു കൂടി ആവുകയാണ്. ഈ സമയത്ത് രേവതി സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി കണ്ടെത്താൻ സച്ചിയേട്ടൻ ആലോചിച്ചൊക്കെ എന്തെങ്കിലും ഒരു ഉപായം നമുക്ക് മുന്നിൽ തെളിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി ഒരു കാര്യം ഓർക്കുന്നു കേട്ടോ. അതായത് പൂമാല വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് സച്ചി വണ്ടിയുടെ മുന്നിൽ നിർത്തി പൂമാലയും പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ സച്ചി നോക്കുന്ന സമയത്ത് ആ ഒരു നമ്പർ അടക്കം കൃത്യമായിട്ട് തന്നെ ഫോട്ടോയിൽ തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ നേരെ സച്ചി ടാക്സിക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. സച്ചി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ. അതായത് സച്ചി പറഞ്ഞിരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ നമ്പർ ഇതിലിപ്പോൾ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി വേഗം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് സച്ചി കൃത്യമായി തന്നെ വണ്ടിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടുപിടിച്ച് സച്ചി നല്ലതുപോലെ തന്നെ മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഓട്ടോക്കാരും ടാക്സിക്കാരും എല്ലാവരും കൂടിയിട്ട് സച്ചിയെ സഹായിക്കാണ്ട് ഇന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഇവർക്കാണെങ്കിൽ സച്ചിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതിലുപരി ഇതേ ബാക്കിയുള്ളവരും കൂടെ വരുന്ന കാണുമ്പോഴത്തേക്കും ഇവരെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. കാരണം തൻ്റെ ജീവൻ രക്ഷിക്കണമല്ലോ. അത് മാത്രമല്ല, താൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആന്റണി ചേട്ടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇവർ കൊന്നില്ലെങ്കിൽ ആന്റണി ആണെങ്കിലും കൊല്ലും. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാത്ത രീതിക്ക് ഇവരെല്ലാവരും ഓടിപ്പോവുകയാണ്. ഇവരെ പിടിക്കാനായിട്ട് സച്ചി ചെല്ലുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട ഇനിയിപ്പോൾ അവരെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകും, കൃത്യസമയത്തിന് പൂമാല അവിടെ കൊണ്ട് എത്തിക്കണം. സച്ചിയേട്ട വായനം പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞ പോലെ തന്നെ വിജയകുമാർ സാർ ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ല. ഈ സമയത്ത് രേവതി, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഞാനാണ് പൂമാല കെട്ടിയത്, ഞങ്ങളുടെ വേർപ്പിന്റെ ഫലമാണിതെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവില്ല. മാത്രമല്ല സച്ചി തന്റെ ഫോണിൽ എടുത്തേക്കുന്ന ഫോട്ടോയെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് കാണുന്ന സമയത്ത് സച്ചിയോടുള്ള വിശ്വാസവും മറ്റും വിജയകുമാർ സാറിന് കൂടുകയാണ്. അദ്ദേഹം സച്ചിനെ കെട്ടിപ്പിടിച്ച് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞ തെറ്റുകൾക്കെല്ലാം തന്നെ ക്ഷമിക്കണം അനിയ, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അത് നാളെ തന്നെ ഈ ഒരു ഭാഗം കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.